കർത്താവിൻ്റെ വചനം എഫെസ്യരുടെ ലേഖനം 1-11 നിന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 11. വചനം ഇങ്ങനെ പറയുന്നു: Furthermore, because we are united with Christ, we have received an inheritance from God. For he chose us in advance, and he makes everything work out according to his plan. എഫെസ്യർ 1:11. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, ദൈവഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം നാം മുൻ നിയമിക്കപ്പെട്ടത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം മുൻ നിയമിക്കപ്പെട്ടത് പ്രകാരമാണ് സകലതും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തീരുമാനിക്കുന്ന അനുസരിച്ച് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിനകത്ത് എല്ലാം നടക്കുന്നത്. ദൈവം തീരുമാനിച്ചാൽ മാത്രമേ നമുക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മുൻ നിയമിച്ച പ്രകാരം പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മളുടെ ലൈഫിനകത്ത് ഓരോന്നും നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യെരമ്യ 29:11 പറയുന്നു, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു നല്ല പദ്ധതിയുണ്ട്, ഒരു നല്ല പ്ലാനുണ്ട്. ഈ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെക്കുറിച്ച് നല്ലൊരു ഭാവി തരാനാണ്. ഹല്ലേലൂയ. കർത്താവിന് നമ്മളെക്കുറിച്ച് ദൈവം ഒരു തിന്മയും ആരുടെയും ജീവിതത്തിൽ അനുവദിക്കത്തില്ല. സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 1 വിളിച്ചു പറയുന്നു, ദൈവത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്ന് നല്ലത് മാത്രമേ വരത്തുള്ളൂ. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ചിലവർ അവരുടെ ജീവിതത്തിനകത്ത് വലിയ പ്രതികൂലം, വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പം അവരെഴുന്നേറ്റ് നിന്നിട്ട് അവർ ദൈവത്തിനെ കുറ്റപ്പെടുത്തും. അവർ പറയും, ഈ ദൈവമാണ് ഇതെല്ലാം ചെയ്തത്. അങ്ങനെ പറയാറുണ്ട്. അവർ പറയും, ദൈവമായി ഇതെല്ലാം ചെയ്തത്, ദൈവമായി ഇതെല്ലാം അനുവദിച്ചത്, ദൈവമായി ഇതെല്ലാം സംഭവിപ്പിച്ച് എന്ന് പറയും. അത് ഏറ്റവും വലിയ നുണയാണ്. എല്ലാ തിന്മയും ദൈവത്തിൻ്റെ തലയിലോട്ട് ഇട്ടിട്ട് പറയും, ഇത് ദൈവമായി ഇത് ചെയ്തത്. അല്ല, ദൈവം തിന്മ ചെയ്യുന്നവനല്ല, ദൈവം നന്മ ചെയ്യുന്നവനാ. ഹല്ലേലൂയ. നമ്മൾ പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദൈവമല്ല. നമ്മൾ പരീക്ഷകളിലൂടെ കടന്നു പോകാറുണ്ട്. പക്ഷെ അതിനകത്ത്, ആ പരീക്ഷകൾക്കകത്ത് തിന്മയെ പോലും നന്മയാക്കുന്ന നല്ലൊരു ദൈവമാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ ഇസ്രായേൽ ജനത്തിനെ നോക്കി പഠിച്ചാൽ എവിടൊക്കെ എന്നിങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെയും ദൈവം അവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാറുണ്ട്. ഓഫ് കോഴ്സ് അവർ നന്മയല്ലാത്ത, അല്ലെങ്കിൽ അവർ തിന്മ പ്രവർത്തികളല്ല, അല്ലെങ്കിൽ അവർ ദൈവനിഷേധികളായി, ദൈവത്തിനെ അനുസരിക്കാത്തവരായി തീർന്നപ്പം അവരുടെ ഇടയിൽ നമ്മൾ കാണുന്നു, രോഗം വന്നു, മരണം വന്നു, അവരുടെ വാഗ്ദത്തങ്ങൾ വൈകിപ്പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ, വെറുതെ ഒരു നമ്മളെ ഇന്ന് നീതീകരിച്ചിരിക്കുക, യേശു കർത്താവിൻ്റെ രക്തത്താൽ നീതീകരിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കാൻ വേണ്ടിയാണ് ദൈവം എല്ലാം ചെയ്തു വെക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമേ ഉള്ളൂ. ഇന്ന് വിളിച്ചു പറയണം, ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുഹിതം അതാണ് നമ്മുടെ എല്ലാം നല്ലതായി വരുവാൻ വേണ്ടി. സ്തോത്രം. കർത്താവിൻ്റെ സമയം പെർഫെക്റ്റ്. സൗള് ഒരു എഴുത്തും പിടിച്ചുകൊണ്ട് ഡമാസ്കസിലേക്ക് പോകുമ്പം ആ പട്ടണവാതിക്കൽ എത്തുന്നതിന് മുമ്പ് എന്തിനാ പോയത്? അതിനകത്ത് ഡമാസ്കസിലുള്ള വിശ്വാസികളെ കൊന്നൊതുക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷെ ദൈവത്തിൻ്റെ ടൈമിംഗ് പെർഫെക്റ്റാണ്. ആ ഡമാസ്കസ് പടിവാതിലിൽ വന്നപ്പം, ഡമാസ്കസിനകത്തോട്ട് കയറിയില്ല, ആ പടിവാതിലിൽ എത്തിയപ്പം തന്നെ ദൈവം ഇടപെട്ടു. യേശു കർത്താവ് വെളിച്ചത്തിൽ, ശബ്ദത്തിൽ സൗളിനെ ഇടപെട്ടിട്ട് സൗളിനെ പൗലോസാക്കി തീർക്കുന്നത് നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ ടൈമിംഗ് പെർഫെക്റ്റാണ്. ഇന്ന് പറയണം, ദൈവത്തിൻ്റെ ടൈമിംഗ് ഏറ്റവും പെർഫെക്റ്റ്. ഹല്ലേലൂയ. ഏറ്റവും നല്ലതാണ് ദൈവത്തിൻ്റെ ടൈമിംഗ്. എല്ലാം തക്ക സമയത്ത് ചെയ്യുന്നവനാ. ഹല്ലേലൂയ. എല്ലാം അതാത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ എവിടെ നോക്കിയാലും ദൈവം ഏറ്റവും തക്ക സമയത്ത് ചെയ്യുന്നവനാ. ഹല്ലേലൂയ. ദൈവം
കൊണ്ടുപോകുന്ന വഴികൾ ഏറ്റവും നല്ല വഴികളാണ്. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവിനോട് നന്ദി പറയണം. കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങൾ, ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം എനിക്ക് അനുകൂലമാണ്. അതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം എന്നെ ശിക്ഷിക്കാനല്ല, എന്നെ നശിപ്പിക്കാനല്ല. സ്തോത്രം. എല്ലാ തിന്മയും വരുന്നത് പിശാചിൽ നിന്ന്, പക്ഷെ എല്ലാ നന്മയും വരുന്നത് ദൈവത്തിൽ നിന്ന്. വചനം, യാക്കോബിൻ്റെ ലേഖനം പറയുന്നുണ്ട്, എല്ലാം നല്ല ദാനത്തിൻ്റെയും ഉറവിടമായ വെളിച്ചത്തിൻ്റെ പിതാവായ ദൈവം. സ്തോത്രം. ദൈവം എല്ലാം പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളെ കരുതിയ ദൈവം പ്ലാൻ ചെയ്യുന്നത്. നമ്മളുടെ സ്വഭാവം അറിഞ്ഞ്, നമ്മളുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ്, നമ്മളെങ്ങനെ പ്രതികരിക്കുമെന്നറിഞ്ഞ്, അങ്ങനെ ആ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിനെ പുറത്തിറക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 17-18 വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ജനത്തിനെ പിടിച്ചിറക്കിക്കൊണ്ട് വരുമ്പം അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ദൈവത്തിനറിയാം ഇവരെ വേറെ വഴിയെ കൂടെ കൊണ്ടുപോയാൽ അവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ തിരിഞ്ഞോടിക്കളയുമെന്ന്. അവർ ഫെറവോനെയും സൈന്യത്തിനെയും കാണുമ്പം അവർ വന്ന വഴിയെ ഓടിപ്പോകുമെന്ന് ദൈവത്തിനറിയാം. അത് കാരണം ദൈവം നീണ്ട വഴി തിരഞ്ഞെടുത്തു ഇവർക്ക് വേണ്ടി. കണ്ടോ, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലത് സമയം എടുക്കുമായിരിക്കും. പക്ഷെ ചിലതിനകത്ത് നമ്മൾ അപ്പം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പരീക്ഷണങ്ങൾ പിശാചിൽ നിന്നും പരീക്ഷകൾ ദൈവത്തിൽ നിന്ന് വന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയിലൂടെ കടന്നു പോകും. പരീക്ഷ എന്തുവാ? നമ്മൾ ഒരു അധ്വാനത്തിലൂടെ നമ്മൾ കടന്നു പോകും. ഒരു ക്ലാസ്സിൽ നമ്മൾ 7-ാം ക്ലാസ്സിലിരിക്കുന്നവർ 8-ാം ക്ലാസ്സിൽ കയറണമെങ്കിൽ നമുക്കൊരു പരീക്ഷയുണ്ട് അല്ലേ? നമ്മൾ ആ ഒരു കാര്യം, അതാണ് ദൈവം പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്നത്. എന്തിനാ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ഉള്ള ആ വിളി കേൾക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനമുണ്ട്. ആ അധ്വാനത്തിനകത്ത് നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുന്നത്. ജോസഫിനെ നോക്കിയാൽ ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കാൻ കാരണം ഒരു പരീക്ഷ ഉണ്ടായിരുന്നു അവിടെ. ആ പരീക്ഷയ്ക്കകത്ത് ജയിച്ചു. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ താൻ ജയിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും കാരാഗ്രഹ പ്രമാണിക്ക് ജോസഫിനോട് ഇഷ്ടം തോന്നിയത്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, God blesses those who patiently endure testing and temptation എന്ന് വായിക്കാം. യാക്കോബ് മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം ശരിക്കും അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, പരീക്ഷയും പരീക്ഷണങ്ങളും സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് അതിൻ്റെ 13-ാം വാക്യം, ആൻഡ് റിമെമ്പർ വെൻ യു ആർ ബീയിങ് ടെംപ്റ്റഡ് ഡു നോട്ട് സേ God is tempting me. God is never tempted to do wrong and he never tempts anyone else എന്ന് വായിച്ചേ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും ഒരിക്കലും പറയരുത്. പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? പാപത്തിൽ പരീക്ഷിക്കുക, അത് ദൈവമല്ല പരീക്ഷിക്കപ്പെടുന്നത്. അല്ല, അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാകണം. നമ്മൾ പല ശോധനയിലൂടെയോ അല്ലെങ്കിൽ പല വിഷയങ്ങളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തുള്ള പല സാഹചര്യങ്ങളിലൂടെയോ നമ്മൾ കടന്നു പോകാം. പക്ഷേ അതിനകത്ത് നമ്മളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദൈവമല്ല. സ്തോത്രം. അതൊരിക്കലും ദൈവത്തിൽ നിന്നല്ല. അതുപോലെ രോഗം വരുന്നത് ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൻ്റെ അടുക്കൽ രോഗസൗഖ്യവും ജീവനും നന്മയും ഉയർച്ചയും അനുഗ്രഹവും എല്ലാം നല്ല കാര്യങ്ങളാണ്. അതാണ് വചനം അവിടെ പറയുന്നത്. എല്ലാ നല്ല ദാനങ്ങളും 17-ാം വാക്യം, നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നു. അല്ല, അപ്പം ദൈവത്തിൽ നല്ലത് മാത്രമേ ഉള്ളൂ. ഇന്ന് പറയണം, ദൈവത്തിനകത്ത് നല്ലത് മാത്രമേ ഉള്ളൂ. ഒരു രോഗം വന്നിട്ട് ഞാൻ ഈ രോഗത്തിലൂടെ കടന്നുപോയി, ഞാനതിന് ജയമെടുത്തു, ഹല്ലിയ, ഇനി ഞാൻ അത് ദൈവത്തിൽ നിന്നല്ല. സ്തോത്രം. ദൈവം രോഗസൗഖ്യം നൽകും. അപ്പം നമ്മളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൽ നിന്നല്ലാത്തതിനെ എല്ലാം നമ്മൾ റിജക്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിനെയെല്ലാം എതിർക്കാൻ പഠിക്കണം. ഹല്ലിയ. നമ്മൾ ആ ഒരു വിഷയ
വിഷയത്തിനകത്ത് നമ്മൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിവും ശക്തിയും തരുന്നത് കർത്താവ്. അപ്പോൾ ഈ ജനത്തിനെ, ഈ ഈജിപ്തിൽ നിന്ന് ദൈവം ഇറക്കിക്കൊണ്ട് വന്ന ജനം, ദൈവത്തിന് എത്ര നന്നായിട്ട് അവരെ അറിയാം. ഇന്ന് അവരെ നന്നായിട്ട് അറിയാമെന്ന് വചനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും നല്ലതായിട്ട് എന്നെ നിങ്ങളെയും ദൈവത്തിനറിയാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മളിൽ വസിച്ചിട്ട് നമ്മളെ ഏറ്റവും നല്ലതായിട്ട് അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. സ്തോത്രം. ആ ജനത്തിനെ അന്ന് മരുഭൂമിക്കകത്തുനിന്ന് ഇറക്കിക്കൊണ്ടിരുമ്പം ദൈവം പറഞ്ഞു, ഈ ജനം, പുറപ്പാട് 13, 17, 18 വാക്യങ്ങൾ, ദൈവം പറഞ്ഞു ഇവരെ പ്രശ്നം വരുമ്പം ഇവർ തിരിഞ്ഞോടും. അപ്പോൾ ഇവരെ തിരിഞ്ഞോടാതിരിക്കാൻ നീളമുള്ള വഴിയിൽ കൂടെ ഞാനിവരെ കൊണ്ടുപോവുക. സ്തോത്രം. പക്ഷെ ആ കൊണ്ടുപോയ വഴിയിൽ ദൈവം സർവശക്തനാ, ദൈവം അവരെ കരുതാൻ മതിയായവനാ. ഇന്ന് നമ്മളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഹല്ലിയ ദൈവം നമ്മളെ കരുതുവാൻ മതിയായവനാ. സ്തോത്രം. ഹല്ലിയ. സകലതും ദൈവത്തിൻ്റെ ഇച്ഛപ്രകാരവും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരവും നടക്കുവാണെങ്കിലും മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഇച്ഛ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്ലാൻ എന്നെക്കുറിച്ച് നല്ലതാ. ഇന്ന് വിളിച്ചു പറയണം, എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും എൻ്റെ ഭാവിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം നല്ലതാ. നമ്മൾ പലപ്പോഴും മനസ്സിലാവാറില്ല നമ്മൾ എന്തിനാ പലതിലൂടെയും കടന്നു പോകുന്നത്. ജോസഫിനെ ഒന്ന് നോക്കിക്കേ. ജോസഫ് ആ പൊത്തിഫറിൻ്റെ വീട്ടിൽ നിന്നാൽ മാത്രമേ ജോസഫിന് ട്രെയിനിങ് കിട്ടത്തുള്ളൂ. എന്തിനാ ട്രെയിനിങ് കിട്ടുന്നത്? ഒരു രാജ്യത്തിൻ്റെ കണക്ക് നോക്കാനുള്ള ട്രെയിനിങ് കിട്ടത്തുള്ളൂ. അന്നത്തെ കാലത്ത് പൊത്തിഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ആള് ഒരു വലിയ സൈന്യത്തിൻ്റെയോ അല്ലെങ്കിലൊക്കെ ഒരു ഉത്തരവാദിയാണ്. പക്ഷെ ഭയങ്കര ധനവാന്. ആ ഈജിപ്തിലുള്ള അവർ ഒരുപാട് വേലക്കാരുള്ളവരും വചനം പറയുന്നുണ്ട്. പൊത്തിഫർ ജോസഫിനെ പൊത്തിഫറിൻ്റെ വീടിൻ്റെ ഉത്തരവാദിയാക്കി, സകല സമ്പത്തിൻ്റെയും ഉത്തരവാദിയാക്കി, വേലക്കാരുടെയും ഉത്തരവാദി ആക്കി, എല്ലാം തനിക്കുണ്ടായിരുന്ന സകല ആസ്തികളുടെ മേലും ഉത്തരവാദി ആക്കി വെച്ചു ജോസഫിനെ. അപ്പം ഈ പൊത്തിഫർ ഒരു ബഹുസമ്പന്നനായിരുന്നു. ഒരുപാട് പണവും ഒരുപാട് ധനവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനകത്ത് ഒരുപാട് വേലക്കാരും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് ജോസഫിനെ പ്രൊമോട്ട് ചെയ്തത്. വചനം പറയുന്നു, ജോസഫ് തൊട്ടതെല്ലാം ദൈവം അനുഗ്രഹിച്ചു. എന്തിനാ ദൈവം അനുഗ്രഹിച്ചത്? അവിടെ കൊണ്ട് നിർത്തിയപ്പം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കുറച്ച് നാളുകൾ കഴിയുമ്പം ദൈവത്തിന് ഈ ജോസഫിനെ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കണം. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മന്ത്രിയാക്കുമ്പം ഈ രാജ്യത്തിൻ്റെ കണക്കുകളും ജനങ്ങളെയും ആസ്തികളെയും കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള കഴിവ് വേണം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? ഹല്ലിയ പൊത്തിഫറിൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് ജോസഫിനെ കണക്കിലും എല്ലാവിധ അഡ്മിനിസ്ട്രേഷനിലും ആ ആസ്തികൾ കൈകാര്യം ചെയ്യുവാനും എല്ലാം ദൈവം ജോസഫിനെ പരിശീലിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവം അത് പരിശീലിപ്പിച്ച് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കിക്കേ. ജോസഫ് പാപത്തിനെ എതിർത്തപ്പം ജോസഫിനെ കാരാഗ്രഹത്തിൽ ചെന്ന് കിടക്കേണ്ടി വന്നു. പക്ഷെ അവിടെയും ദൈവം എല്ലാം അനുകൂലമാക്കി കൊടുത്തു. കണ്ടോ? ദൈവം സകലതും അനുകൂലമാക്കുന്നവനും നന്മ ചെയ്യുന്നവനുമായി എൻ്റെ കർത്താവ്. അതിനകത്തു പോലും ശ്രദ്ധിക്കണം. ആ ജയിലിനകത്ത് കിടന്നപ്പം വചനം പറയുന്നു, ജയിലറിന് പോലും ഹല്ലേലൂയ ഈ ജോസഫിനോട് ഇഷ്ടം തോന്നിയിട്ട് ജയിലിനകത്തുണ്ടായിരുന്ന സകല അടിമകളുടെയും ഉത്തരവാദിത്വം ജോസഫിൻ്റെ കയ്യിലേൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം ദൈവം എന്ത് ചെയ്തു? ജോസഫിനെ കൊണ്ട് മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിച്ചു, ധനം കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിച്ചു, ആസ്തികൾ കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിച്ചു, തീരുമാനങ്ങൾ എടുക്കാൻ പരിശീലിപ്പിച്ചു. ഉത്തരവാദിത്തത്തിനകത്തേക്ക് ദൈവം ജോസഫിനെ ട്രെയിൻ ചെയ്തു. ഹല്ലേലൂയ. ഇത് അത്യാവശ്യമായിരുന്നു. കുറച്ച് നാളുകൾ കഴിയുമ്പം ഒരു രാജ്യത്തിനെ മൊത്തമാണ് കൈകാര്യം ചെയ്യേണ്ടത്. ദൈവം എന്ത് പ്ലാൻ ചെയ്യുന്നോ അത് ഏറ്റവും നല്ലതാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാനിങ് എല്ലാം ഏറ്റവും ബെസ്റ്റാ. ദൈവം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ യേശു കർത്താവ്
ട്രെയിൻ ചെയ്യുമായിരുന്നു, അവരെ പരിശീലിപ്പിച്ചു. അവരുടെ കണ്ണുമുമ്പിൽ 5 അപ്പവും 2 മീനും 5000 പേരെയും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെയും ഊട്ടിച്ച് ദൈവം അത്ഭുതം ചെയ്ത് അവരെ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇത് സാധ്യം എന്ന് കാണിച്ചു കൊടുത്തു. ഇവരെ കൂടെ നടന്ന് കർത്താവിൻ്റെ പ്ലാനിങ് ആയിരുന്നു. ഇവരെ കൂടെ കൊണ്ട് നടന്ന് ഹല്ലേലൂയ അത്ഭുതങ്ങൾ കാണിച്ചു, മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ കാണിച്ചു. എവിടെ ചെല്ലുന്നിടത്തും യേശു കർത്താവിൻ്റെ സ്നേഹവും യേശു കർത്താവിൻ്റെ കരുതലും ഇവർ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദൈവം പ്ലാൻ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് പ്ലാൻ ചെയ്യുന്നതെല്ലാം ഏറ്റവും നല്ലതാ. ഹല്ലേലൂയ. കർത്താവ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ദൈവം എല്ലാം ചെയ്തെടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഇന്ന് നമ്മൾ കടന്നു പോകുമ്പം പല കാര്യങ്ങളിൽ നമ്മൾ നിൽക്കുമ്പം നമ്മൾ ദൈവത്തിൻ്റെ ആ ബിഗ് പിക്ചർ എന്താണെന്ന് നമ്മൾ അറിയാറില്ല. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിയുമ്പം നമ്മൾ ശ്രദ്ധിക്കാൻ ഇടയാകും ദൈവം എല്ലാം ചെയ്തു കൊണ്ടുവന്നത് ഏറ്റവും നല്ലതായിട്ടാണ് ചെയ്തു കൊണ്ടുവന്നത്. ദൈവം ഏറ്റവും ഭംഗിയായിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്ത് നമ്മളെ പ്രിപ്പയർ ചെയ്ത്. നമ്മളെ പലപ്പോഴും കർത്താവ് പ്രിപ്പയർ ചെയ്യുക, പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുക. ഒരു പ്രാർത്ഥിക്കുന്ന അനന്യാസിനെ ദൈവം പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഒരു സൗളിനെ പൗലോസാക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവം എന്തുമാത്രം കാര്യത്തിലൂടെയാണ് കർത്താവ് നമ്മളെ കടത്തിവിടുന്നത്. ഹല്ലേലൂയ. നമ്മളെ കടത്തിവിടുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അവിടെ നിന്ന് പിറുപിറുക്കുവല്ല, ബഹളം വെക്കുവല്ല, എന്നെക്കൊണ്ടിത് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല പറയേണ്ടത്. പക്ഷേ കർത്താവിനോട് പറയണം, കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആർക്കും നിൽക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ശക്തനായവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിഷയത്തിനകത്തൂടെ ഞാൻ കടന്നു പോകുമ്പം ഞാൻ തിരിച്ചറിയണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം നല്ലത് മാത്രമേ വരുത്തത്തുള്ളൂ. ദൈവത്തിനകത്ത്, എൻ്റെ യേശുവിനകത്ത് നല്ലത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ യേശുവിനകത്ത് എന്തെങ്കിലും ഒരു തിന്മയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾക്കത് വെളിപ്പെട്ടേനെ. സ്തോത്രം. ഒരിക്കലുമില്ല. എല്ലാ രോഗിയെയും എല്ലാ പ്രശ്നമുള്ളവരെയും എല്ലാവരെയും സകലരെയും സൗഖ്യമാക്കി ക്ഷമയോടെ കരുതി കൊണ്ട് നടന്ന ഒരു നല്ല കർത്താവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നല്ല കർത്താവ് ഇന്ന് ഉറപ്പോടെയും ധൈര്യത്തോടെയും വിളിച്ചു പറയണം, എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ അനുവദിക്കത്തുള്ളൂ. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ എല്ലാം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നല്ലതാണ് എൻ്റെ കർത്താവ് അനുവദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫ് ഏറ്റവും നല്ല പ്ലാനർ. ഹല്ലേലൂയ. മാസ്റ്റർ പ്ലാനർ. അതുകൊണ്ട് ആ വചനം പറയുന്നത് ഹല്ലേലൂയ എല്ലാം യെശയ്യാവിൻ്റെ പ്രവചനത്തിനകത്ത് പറയുന്നുണ്ട്, ഈസ് എ മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റ്, അല്ലേ? മാസ്റ്റർ പ്ലാനറാ കർത്താവ്. എല്ലാം പ്ലാൻ ചെയ്ത് താൻ പ്ലാൻ ചെയ്ത് പ്രകാരമാണ് സകലതും ഇന്ന് ഈ ഭൂമിയിൽ നടന്നിരിക്കുന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നതും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ ടൈമിംഗ് ഏറ്റവും പെർഫെക്റ്റ് ആണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് മരിയയുടെ അടുത്ത് വന്നിട്ട് ദൈവം ചോദിച്ചില്ല, മരിയ നിന്നെ കൊണ്ട് ഇതാകുമോ എന്ന് ചോദിച്ചില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഇതാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. മറിയയ്ക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ കരത്തിൽ വീഴുന്നവന് മനുഷ്യൻ്റെ കരത്തിൽ വീഴേണ്ടി വരത്തില്ലെന്ന്. മറിയ അവിടെ നിന്നിട്ട് പറഞ്ഞു, കർത്താവേ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ, അടിയനിതാ എന്ന് വിട്ടുകൊടുക്കുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാനിങ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തു വെക്കുന്ന എല്ലാ പദ്ധതികളും ഏറ്റവും നല്ലതാണ്. നമുക്കൊരു ശുഭഭാവി തരാനാണ്, നമുക്ക് പ്രത്യാശ നൽകാനാണ്. ഹല്ലേലൂയ. അതിനകത്ത് ഒരു തിന്മയും കയറി വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. നമ്മൾ നിന്ന് കൊടുത്താൽ മതി ദൈവത്തിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടി. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇന്ന് വിളിച്ചു പറയണം, ദൈവം എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ അനുവദിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.